സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഏഗിൾ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം ഏകയാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നാളെ 8ാം ക്ലാസ്സിൻ്റെ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളാണ്. അങ്ങനെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എക്സാം എഴുതുമ്പോഴും അതിന് മുന്നോടിയായിട്ടും. ഇതെന്താ ഇപ്പം ഞാൻ പറഞ്ഞറിയാവോ? ഇന്ന് SSLC എക്സാമിനേഷൻ ആയിരുന്നു. കുട്ടികളൊക്കെ എക്സാം നന്നായിട്ട് എഴുതി വന്നു. മലയാളമായിരുന്നു, അടിപൊളിയായിരുന്നു എക്സാമിനേഷൻ. നല്ല ഭംഗിയായിട്ട് എഴുതി വന്ന കുട്ടികൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ മാധ്യമങ്ങളോട് കണ്ടിട്ടുണ്ടായിരിക്കും അതെന്താ പറഞ്ഞതൊക്കെ. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. സംഭവം ഒത്തിരി ഉള്ളൂ. പ്രധാനമായിട്ട് അവർ പറഞ്ഞത് എക്സാമിനേഷൻ എളുപ്പമായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കാര്യം സമയം തന്നെയാണ്. നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാം തുടങ്ങുക അതിന് 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ക്ലിയർ ആണല്ലോ? എല്ലാവരും നേരത്തെ കാലത്തെ എന്ത് ചെയ്യണം? വരിക, നല്ല അടിപൊളിയായിട്ട് എക്സാം ഹാളിൽ കയറുക, റിലാക്സ് ചെയ്തിരിക്കുക. ശേഷം എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങളുടെ ഇൻവിലേറ്റർ വരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തരും. അവിടെയാണ് നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ എന്താണ്? നേരത്തെ എത്തുക, ടൈമാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ എന്താണ്? ടൈം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ കൃത്യമായിട്ട് കൂൾ ഓഫ് ടൈം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ഈ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ വ്യക്തമായി വിശദമായി വായിച്ചു നോക്കേണ്ടതുണ്ട്. ചില കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്, അയ്യോ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ആവുമോ എന്നൊരു ധാരണയിൽ ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കില്ല. പക്ഷേ മക്കളെ, നിങ്ങൾ മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ വ്യക്തമായിട്ട് വായിക്കേണ്ടതുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കണം. എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, എനിക്ക് കുറച്ച് കൺഫ്യൂഷനുള്ള ചോദ്യം ഏതാണ്, എനിക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കാം. എന്നിട്ട് പാർട്ട് ബൈ പാർട്ടായിരിക്കുമല്ലോ നിങ്ങൾ എക്സാമിനേഷൻ ഉണ്ടാവുക. സോ അതിൽ തന്നെ നിങ്ങൾക്ക് ഏത് ഓർഡറിലാണ് എക്സാം എഴുതാം കേട്ടോ. അത് പല ആൾക്കാരും കൺഫ്യൂഷനാണ്. ഓർഡർ തെറ്റിച്ച് എഴുതിയാൽ പ്രശ്നമാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏത് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണോ ആ പാർട്ട് മുഴുവൻ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? പാർട്ട് ബൈ പാർട്ട് എഴുതുന്നത് കുറച്ച് നന്നായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി അത് ആദ്യം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ആ ഒരു ടൈം മാനേജ്മെന്റും വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ക്ലിയർ ആണല്ലോ? സെറ്റാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്കിൻ്റെതാണ് ഒന്ന് പരിഗണിക്കണം. ചിലപ്പോൾ നിങ്ങൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ വാരി വലിച്ച് കുറേ പേജുകളോ അല്ലെങ്കിൽ കുറേ ലൈനുകളും എഴുതിയിട്ട് കാര്യമില്ല. 1 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ മാക്സിമം 2 ലൈൻ അവിടെ തീർത്തേക്കാം. 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 4 പോയിന്റാണ് മാക്സിമം നിങ്ങൾ എഴുതേണ്ടത്. അത് 3 മാർക്കാണെങ്കിലോ 6 പോയിന്റിലേക്ക് കൂട്ടി എഴുതേണ്ടതുണ്ട്. സോ ഓരോ മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉത്തരങ്ങൾ ചുരുക്കാനും വലുതാക്കാനുള്ള കഴിവ് നിങ്ങൾ ഇപ്പോഴേ പ്രാപിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. സെറ്റാണല്ലോ? അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പോവാണ്. നിങ്ങളുടെ കൃത്യമായിട്ട് എന്തൊക്കെയാണോ നിങ്ങൾ എക്സാമിന് കൊണ്ടുപോവേണ്ടത്, അതായത് ഇപ്പോൾ മാത്സ് എക്സാമിനേഷൻ ആണെങ്കിൽ ജോമെട്രിക്കൽ ബോക്സ് കമ്പൽസറി ആണ്. ശരിയാണല്ലോ? അതേപോലത്തെ ഈ ഒരു സാധനം എന്ത് ജോമെട്രിക്കൽ ബോക്സ് ഏതൊരു എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് കയ്യിൽ വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ജോമെട്രിക്കൽ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പേന കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളൊരു പുതിയ പേന ആദ്യമായിട്ട് എഴുതി തുടങ്ങുമ്പോൾ അത് നീങ്ങൂല. അതുകൊണ്ട് തന്നെ ഒരു പേന നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിബിലൊക്കെയുള്ള സംഭവമൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്മൂത്തനിങ് ചെയ്യുക. അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത പേന കൊണ്ട് എഴുതണം, കുറച്ചുകൂടി നല്ലത്. സോ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. പരമാവധി ജെൽ പേനകൾ ഒഴിവാക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഓർ ബ്ലാക്ക് കളറിലുള്ള സാധാരണ പേനയല്ലേ, ഇതേപോലുള്ള പേനാസ് യൂസ് ചെയ്ത്, ഇത് റെഡാണ്, ഇതല്ല, ഇതേപോലുള്ള പേനകൾ ബ്ലൂ ഓർ ബ്ലാക്ക് യൂസ് ചെയ്ത് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ക്ലിയർ ആണല്ലോ? സോ അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സോ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഓരോ സബ്ജക്റ്റിനും വേണ്ട കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകാം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറയാനുള്ളത്, ഒരു വെള്ളത്തിൻ്റെ കുപ്പി കയ്യിൽ കരുതുക കേട്ടോ. വെള്ളത്തിൻ്റെ കുപ്പി വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എക്സാം മുന്നോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ദാഹിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് ഈ വെള്ളം എടുത്ത് കുടിക്കും. നമുക്ക് എന്തായാലും റിലാക്സേഷൻ ആണ്. അതേപോലെ എക്സാമിന് മുന്നോടിയായിട്ടും വെള്ളം കുടിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്?
ഏതൊരു എക്സാം കഴിഞ്ഞാലും അതൊന്ന് കൃത്യമായിട്ട് നോക്കണം. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ സെറ്റാണോ എന്നൊക്കെ നോക്കിയെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനമുള്ള ആ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലോ ആൻസർ ഷീറ്റിലോ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി നല്ല ഭംഗിയായിട്ട് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് ആത്മവിശ്വാസത്തോടെ വേണം എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരാൻ. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ എക്സാം എഴുതുക. എല്ലാവരും നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങണം. ഫുൾ സപ്പോർട്ടുമായിട്ട് ഏകൻ ടീം നിങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. സോ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ.